കാട്ടിലേക്കുള്ള എൻ്റെ ഓരോ യാത്രയും ഓരോ സ്വപ്നയാത്രയാണ്. ഞാൻ ആദ്യമായിട്ട് കാടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ NA നസീറിന്റെ ഫോട്ടോഗ്രാഫിലൂടെയും ലേഖനത്തിലൂടെയായിരുന്നു. ഒരു മാഗസിനിൽ വന്ന ആ ലേഖനം വായിച്ച് അറിയാതെ വളരെ ആ ലാംഗ്വേജും കാടിനെ കുറിച്ച് ഇത്രയും നന്നായി എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് NA നസീർ സാറിന്റെ നമ്പർ തേടി പിടിച്ച് അബുദാബിയിൽ നിന്നും അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു, സീമ, അധികം സ്ത്രീകളൊന്നും കാടിനെ കുറിച്ച് അറിയാനോ കാട്ടിലെ യാത്രകൾക്കോ അധികം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും സീമയെ പോലുള്ള ഒരാള് വിളിച്ചു പറയുമ്പോൾ എന്തായാലും വരണം. അങ്ങനെ ഞാൻ നാട്ടിലെത്തിയ ഉടനെ തന്നെ നസീർ സാറിനെ കോണ്ടാക്ട് ചെയ്ത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാനുണ്ടായത്. 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് കാടിന്റെ ഒരു സുഖം, അത് കാടിന്റെ ഒരു പരിശുദ്ധി, കാട്ടിലൂടെ നടന്നു പോകുന്നതിന്റെ ഒരു വളരെ ത്രില്ലൊക്കെ അറിയുന്നത്. അന്നത്തെ ആ ട്രക്കിങ്ങിന് ശേഷം കാടിനോടുള്ള ഇഷ്ടം ഒരു തരം പ്രണയമായിരുന്നു. എങ്ങനെ നമുക്ക് കാട്ടിലേക്ക് എങ്ങനെ കയറണം, കാടിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, കാടിനോട് എങ്ങനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ വളരെയധികം നന്നായി അദ്ദേഹം പറഞ്ഞു തന്നു. ഫോട്ടോഗ്രാഫറുടെ മനസ്സോടെയല്ല അന്ന് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അന്ന് ചെറിയൊരു നിക്കോൺ D3100 ഉണ്ടായിരുന്നതിൽ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം കാടിനെ അറിയുകയാണ് വേണ്ടത്, അതിനുശേഷമാണ് ഫോട്ടോഗ്രാഫി. കാടിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞ് നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ അറിയാതെ തന്നെ കാടും കാട്ടിലെ മൃഗങ്ങളും നമ്മളോട് പ്രതികരിക്കും. അവ എങ്ങനെയാണ് നമ്മളുടെ അടുത്തേക്ക് വരിക തന്നെ വരും ഓരോ കാഴ്ചയും. അപ്പൊ ആദ്യം നിങ്ങൾ കാടിനെ അറിയുക എന്നുള്ളതായിരുന്നു നസീർ സാർ പറഞ്ഞു തന്ന ആദ്യത്തെ ഉപദേശം. കഴിഞ്ഞ 1 വർഷമായിട്ട് കുറേ പ്രാവശ്യം എത്ര ഒഴിവു ദിവസം കിട്ടിയാലും അപ്പോൾ കാട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പം നമ്മുടെ ഒരു ടീം തന്നെ എറണാകുളത്തു നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരു 4 പേരടങ്ങുന്നൊരു ടീമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം കാട്ടിലേക്ക് പോകുന്തോറും നമ്മൾ ലെപ്പേഡിനെ കാണും, ഇപ്രാവശ്യം കാണും എന്നുള്ളൊരു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോവുക. ഇപ്പോൾ കഴിഞ്ഞൊരു 3 പ്രാവശ്യം ഞങ്ങൾ ബന്ദിപ്പൂര് പോകുമ്പോഴും ഇന്ന് ലെപ്പേഡിനെ കാണണേ പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളത്. ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ട, അത് കണ്ടാൽ മതി എന്നുള്ളൊരു അങ്ങനെ ഒരു വളരെ ഒരു വിശ്വാസത്തിലാണ് ഓരോ പ്രാവശ്യം പോകാറുണ്ടായിരുന്നത്. ഈ ബന്ദിപ്പൂര്, മുതുമല, മസനഗുഡി ഈ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളൊരു 5-6 പ്രാവശ്യം ഇപ്പൊ ഈ അടുത്ത ഒരു 2-3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ പോയി വന്നു. അപ്പൊ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങള് ജീപ്പ് സഫാരിയിലെ ബന്ദിപ്പൂര് കാട്ടിലൂടെ പോയി വരുമ്പോൾ നമുക്കൊരു സൈറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങള് നല്ല മഴ, അപ്പൊ അയ്യോ ഒന്നിനെയും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തില് ഇങ്ങനെ തിരിച്ചു വരുമ്പോ അടുത്ത റോഡിലേക്ക് കടക്കുന്നതിന് കുറച്ച് മുമ്പ് ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. നല്ല പെരുമഴ, മഴയത്ത് 3 കരടികൾ ഇങ്ങനെ മഴയും കൊണ്ട് നീർന്നു നിൽക്കുന്ന ഒരു അനുഭവം. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഇത് വരും. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണോ എന്താ ചെയ്യണ്ടേ ഒരു പിടുത്തമില്ല. ഭയങ്കര എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. അപ്പൊ ഈ 3 അമ്മയും 2 കുഞ്ഞുങ്ങളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു. അതിന്റെ ഇടയിൽ അവരെ ശല്യപ്പെടുത്താതെ വളരെ സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് നല്ല ഒരു 4 ക്ലിക്ക് കിട്ടി. 4 പക്ഷെ അത് എന്താ പറയാ, വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ നല്ല ക്ലിക്കുമായിരുന്നു. അത് വളരെ സന്തോഷം നൽകുന്നതാണ്. കഴിഞ്ഞ മാസം വയനാട് നിന്ന് ബന്ദിപ്പൂരിലേക്ക് കടക്കുന്ന സമയം, അപ്പൊ ഞങ്ങള് കയറുമ്പോ തന്നെ കാട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇന്നൊരു പുലിയെങ്കിലും കണ്ടാമായിരുന്നു. അപ്പൊ സീമയല്ല പറയുന്നത്, അപ്പൊ ഇപ്രാവശ്യം പുലി ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങനെ തമാശ പറഞ്ഞിങ്ങനെ പോകുമ്പോ പെട്ടെന്നൊരു തിരിവെത്തി കഴിഞ്ഞപ്പോ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലേക്ക് ഉണ്ട് ഒരു ലെപ്പേർഡ് എടുത്ത് ചാടി. അതിനെ കണ്ടപ്പോ എല്ലാവരും കൂടി ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ ക്യാമറ എടുക്കണോ ഒന്നും തോന്നിയില്ല. കുറെ നേരം അതിനെ കണ്ടിരുന്നു. അതിങ്ങനെ സൈഡിൽ കൂടെ പോയി ഞങ്ങളെ ഒന്ന് നോക്കി നടന്നുപോയി. എല്ലാവർക്കും ആ കാഴ്ച, ക്യാമറ എന്നുള്ളൊരു സാധനം ഞങ്ങൾ മറന്നു. ആ കാഴ്ച മാത്രം മതിയായിരുന്നു. ആ ഒരു യാത്രയോടുകൂടി ഞങ്ങൾക്ക് പ്രതീക്ഷ കയറി ഇനി അടുത്ത ട്രിപ്പുകളിൽ ലെപ്പേർഡിനെ
തേടിയുള്ള യാത്രകളാണ് ഇനി. ഇപ്പോൾ അടുത്ത് തന്നെ ബന്ദിപ്പൂര്, മസനഗുഡി, മുതുമല അവിടെയൊക്കെയും, പിന്നെ കോർബറ്റ് അങ്ങനെയുള്ള തഡോബ അവിടെയൊക്കെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. എൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ഞാനൊരു ജേർണലിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി കാട്ടിലേക്കുള്ള ഓരോ യാത്രയും ട്രാവലോഗ്സ് ആക്കി എഴുതണം, ഒരുപാട് യാത്രകൾ ചെയ്യണം, കുറേ ഫോട്ടോസിൻ്റെ കളക്ഷൻ വേണം. അതിനൊക്കെ ശേഷം നമ്മുടെ സാധാരണ സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇക്കോ ടൂറിസം, ഇക്കോ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അഗ്രികൾച്ചർ, കൃഷിയിൽ നിന്ന് വളരെ അകന്നു മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം എൻ്റെയും ഹസ്ബൻഡ് സുരേഷും ഒക്കെ ഭാവിയിൽ നമ്മളൊരു ഫാം ഹൗസ്, പിന്നെ കുറച്ച് കൃഷി പരിപാടികളൊക്കെ, അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ പ്ലാൻസ് ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഹസ്ബൻഡ് സുരേഷാണ്. അദ്ദേഹമാണ് എനിക്ക് ക്യാമറ വാങ്ങി തന്നതും ആദ്യം എങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നതൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം ഹോം മിനിസ്ട്രിയിൽ, അബുദാബി ഹോം മിനിസ്ട്രിയിൽ ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ട്. ഞങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയത്ത്, 10ാം വിവാഹ വാർഷിക ആഘോഷത്തിനിടയിലാണ് എനിക്ക് സർപ്രൈസായിട്ട് ഈ ക്യാമറ വാങ്ങി തന്നത്. പിന്നെ അവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ കുറച്ചും കൂടി നന്നായിട്ട് നസീർ സാറിൻ്റെ ഫ്രണ്ട് അബ്ദുൽ നൗഷാദ് നടത്തുന്ന ഷൂട്ട് സ്കൂൾ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി പഠനത്തിനായിട്ട് ഷൂട്ട് സ്കൂളിലേക്ക് വിട്ടതും അദ്ദേഹമാണ്. ഫാഷൻ ഫോട്ടോഗ്രാഫി അത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ കുട്ടികളുടെയും ചെറിയ ചെറിയ മോഡൽസിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ട് മാഗസിൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ ഇനി അടുത്ത് തന്നെ കുറച്ചും കൂടി നന്നായി ലൈറ്റിങ്ങിനെ കുറിച്ചും അതിനൊക്കെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഫ്രെയിമും നമുക്ക് സസ്പെൻസ് നിറഞ്ഞതാണ്. കുറേ നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണാം. പുതിയ പുതിയ മൃഗങ്ങളുടെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒരുപാട് ഓരോ നിമിഷം സസ്പെൻസ് നിറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഓരോ ഫ്രെയിമുകളും അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് തമ്മിൽ മത്സരമുണ്ടോ എന്ന് വെച്ചാൽ അവരൊരിക്കലും പരസ്പരം മത്സരം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അവരുടെ ഫോട്ടോഗ്രാഫ്സ് തമ്മിലാണ് മത്സരം. ഇപ്പോൾ ഒരേ സമയം ഒരു ഇതിൻ്റെ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആനയുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കുമ്പോഴും പലരും പല ഫ്രെയിമുകളിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് തമ്മിലല്ല, ഫോട്ടോസ് തമ്മിലാണ്. ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും, കൂടെയുള്ളത് എല്ലാവരും പുരുഷന്മാരായ ഫോട്ടോഗ്രാഫേഴ്സാണ്, എന്ത് ധൈര്യത്തിലാണ് അവരുടെയൊക്കെ ഒപ്പം പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അവർ ചോദിച്ചിരുന്നു. അപ്പൊ അതിനൊക്കെ മറുപടി ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും എത്ര വലിയ രംഗത്തും നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ എൻ്റെ ഫാമിലി നന്നായി സപ്പോർട്ട് ചെയ്തു, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും തന്നെ വേറൊരു ഉദ്ദേശത്തോടും കൂടിയല്ല വരുന്നത്. എല്ലാവർക്കും നല്ല ഫോട്ടോഗ്രാഫ്സ് കിട്ടണം, നല്ല ഫ്രെയിമുകൾ കിട്ടണം, കൂടുതൽ നേച്ചറിനെ കുറിച്ച് അറിയണം, അങ്ങനെ ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വിഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും അവര് ഒരു ലേഡി, ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ അവർ ശരിക്കും എന്ത് മാത്രം അറിയാം സപ്പോർട്ട് ചെയ്യുന്നത്. അവര് ഫോട്ടോഗ്രാഫ്സ് കാണാനും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്.
മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി രംഗത്തേക്കും നേച്ചറിനെ കുറിച്ച് അറിയാനും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് നേച്ചറിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കേണ്ടത്. നേച്ചർ ഈസ് മദർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഫോട്ടോഗ്രാഫി രംഗത്തായാലും നേച്ചറിനെ കുറിച്ച് പഠിക്കാനും കൂടുതൽ പേര് വരിക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മനസ്സിലൊരു പാഷൻ ഉണ്ടെങ്കിൽ എത്ര ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കോൺഫിഡന്റ് വേണം. പിന്നെ അത് മാത്രമല്ല, ഫാമിലിയുടെ സപ്പോർട്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും വിജയിച്ചു പോകും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. വനസമ്പത്ത് ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്രയും മനോഹരമായൊരു സ്റ്റേറ്റ് ആയിട്ട് നിലകൊള്ളുന്നത്. പക്ഷെ നമ്മൾ പല സമയത്തും കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് മറന്നു പോകുന്ന സമയങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് ചില നേരങ്ങളിൽ കാട്ടിൽ നിന്ന് കയറി വരുന്ന ആനയെ ഉപദ്രവിക്കുന്നതും പുലിയെ വെടിവെച്ച് കൊല്ലുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. പലതവണ എനിക്ക് അങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആനയും 2 കുഞ്ഞുങ്ങളും കയറി വരുന്നു. അത് കണ്ടിട്ട് നാട്ടുകാര്, ടൂറിസ്റ്റുകൾ ഒപ്പം കൂടി അതിനെ കല്ലെടുത്തെറിയുക, അങ്ങനെയുള്ള ഒരു അവസരം വന്നപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്ന 4 ഫോട്ടോഗ്രാഫേഴ്സ് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു. പിന്നെ അവരൊന്നും കേൾക്കുന്നില്ല, തിരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്, നമ്മുടെ കാട്, ഇതിനൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ജന്തു ജീവജാലങ്ങളെയും. അപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതൽ ജനങ്ങളെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ക്യാമറയോടുള്ള പാഷൻ തുടങ്ങുന്നത് 18ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ക്യാമറ എന്നോടൊപ്പം ഉണ്ട്. എനിക്കൊരു ചെറിയൊരു സങ്കടം വന്നാലും എന്ത് ടെൻഷൻ വന്നാലും ഈ ക്യാമറയുടെ ഒപ്പം ഇരുന്ന് ഇതിന്റെ കാര്യങ്ങൾ നോക്കി ഇടയ്ക്ക് കുറച്ച് ക്ലിക്ക് ചെയ്ത് അത് കഴിയുമ്പോൾ ടെൻഷൻ തന്നെ പോകും. കഴിഞ്ഞ വർഷം സിനിമാറ്റോഗ്രാഫറായ അഴകപ്പൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്യാമറയെ ഒരിക്കലും മെഷീനായിട്ട് കാണാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിനും അതെ, എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാലും എപ്പോഴും ക്യാമറയുടെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡീൽ ചെയ്യുമ്പോൾ അതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പെർഫെക്റ്റ് ആവുന്നു. അതുപോലെ തന്നെ ഞാനും അതെ, എനിക്കും ഈ ക്യാമറ അത്രയും ഇഷ്ടമാണ്. ഈ പാഷൻ എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.